ഹലോ ഗായ്സ്, അങ്ങനെ ഇത് നമ്മളെ ഡേ 2 ആണ്. ഡേ 2 ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ലീപ്പ് ഇയർ ആണ്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ദിവസം ഫെബ്രുവരി 29. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫുള്ള് 360 ആംഗിളിൽ നോക്കിയാൽ ഹിമാലയാസ് ഏതാ അടിപൊളിയാണ്. നല്ലൊരു ഫീൽ കൂട്ടിലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ജിപ്സി ഹൗസ്. ഞാൻ ഇപ്പോൾ അവിടെ വോളണ്ടിയറായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളും വർക്കും നോക്കിയിട്ടൊക്കെ ഡെയിലി എനിക്ക് കുറച്ച് വർക്ക്സൊക്കെ സെയിം ചെയ്യും, ഞാനത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ സ്പേസ് എനിക്ക് ഒരു ടൈം കിട്ടുമ്പോൾ ബാക്കി കാര്യങ്ങളും ചെയ്യാം. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞാനിപ്പം നേരെ താഴത്ത്, ഇതിപ്പോൾ കൽഗാ വില്ലേജിലാണ്. കൽഗാ വില്ലേജിന് നേരെ താഴത്ത് പോയാൽ നമുക്ക് ഇത് നേപ്പാളി മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുക. എനിക്ക് ഒരു സൺഗ്ലാസ് വേണം. എനിക്ക് ഇവിടെ തലവേദന എടുക്കുന്നത്. നമ്മളെപ്പോഴും സ്നോ ഉണ്ടെങ്കിൽ, സൈഡിലെല്ലാം സ്നോ ഉണ്ടെങ്കിൽ സൺലൈറ്റ് സ്നോമൊക്കെ അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇത് തലവേദന എടുക്കും, അത് കൺഫേമാണ്. അതുകൊണ്ട് നമ്മൾ സൺഗ്ലാസ് വാങ്ങാൻ പോവാം. എനിക്ക് തോന്നുന്നില്ല ചെറിയ റേറ്റ് ബജറ്റിനുള്ളിൽ കിട്ടുന്നു, പക്ഷേ നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നേപ്പാളി മാർക്കറ്റിലോട്ടുള്ള റൂട്ട് സീനാ ഇവിടെ. ടീക്കേ വീഡിയോ എടുക്കരുത്. ഇവർക്ക് വില്ലേജസിന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. എന്തായാലും ഈ റൂട്ട് കുറച്ച് അലമ്പാണ്, പക്ഷേ സ്റ്റിൽ പോവാം. നമുക്ക് അലാൻ ബൂട്ട് വന്നുകൊണ്ട് ഇങ്ങനത്തെ ബൂട്ടൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഇത് അവൻ വാങ്ങിച്ചത് 1500 അങ്ങനെ എന്തോ പറഞ്ഞത്. കശ്മീർ പോയപ്പോൾ വാങ്ങിയതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോഴും ബ്രാൻഡഡ് ഐറ്റംസ് അല്ലാതെ തന്നെ ഇങ്ങനത്തെ നൈസ് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ മാർക്കറ്റിലോട്ട് ഒരു 1 കിലോമീറ്ററൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഒരു 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ ദൂരമല്ലേ. ദീദിയുണ്ട്. ദീദിയൊക്കെ എങ്ങനെ ഇതൊക്കെ പിടിച്ച് പോകുന്നതെന്ന് അറിയില്ല. ഹായ് ദീദി. ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യായിരുന്നു. അടുത്ത് ഞാനും വരാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. നൈസല്ലേ, നല്ല അടിപൊളി വ്യൂ ആട്ടോ. എൻ്റെ കയ്യിൽ ശരിക്കും ട്രൈപോഡൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ എടുത്ത് ശരിക്കും മല കയറി വന്നപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചാൽ കയറി. അപ്പം ഭയങ്കര ടാസ്ക്കായിരുന്നു. പക്ഷേ കലീൽക്കാനോട് ഞാൻ പറഞ്ഞപ്പോൾ കലീൽക്ക് എനിക്ക് വേറെ ട്രൈപോഡ് എടുത്തെന്ന് നീ യൂസ് ചെയ്ത് പറഞ്ഞിട്ട്. കലീൽക്ക് എനിക്ക് വേറെ ജാക്കറ്റും തന്ന്. ഒരു -5 ഡിഗ്രി വരെയൊക്കെ പോകാൻ പറ്റും. ഇതിപ്പോൾ നല്ല ഒരു 11 മണിയായ വെയിലാർക്കും. വെയിലാർച്ച സെറ്റാണ്. പിന്നെ നമുക്ക് എന്നാലിപ്പോൾ ഞാൻ 3 ലെയർ ഇട്ടിട്ടുണ്ട്. അത് വേറെ കാര്യം. ഈ ട്രയൽസൊക്കെ അടിപൊളിയാണ് ശരിക്കും. ഇത് കീർഗംഗ ട്രയൽസാണ്. കീർഗംഗയ്ക്ക് ഇവിടുന്ന് ഇനിയും 10 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട്. അത് കുറച്ച് സീനാണ്. എന്തായാലും പോവാം, എന്തായാലും പോകണം. നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് ഒന്ന് ഹെൽത്തൊക്കെ ഒന്ന് സെറ്റായിട്ട് പോകണം. എന്താണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മെയിൻ ഈ ട്രീ ആണ്. ഈ ട്രീസിൻ്റെ വൈബേ വേറെ. ശരിക്കും 1 വീക്ക് മുന്നേ ഇവിടെ 6 ഫീറ്റിൻ്റെ അത്രയും ഹൈറ്റിൽ സ്നോ ഉണ്ടായിരുന്നു. ഇതുണ്ട്, ഇത് സ്നോ ഐസാണ്. ഇത് പെട്ടെന്ന് സ്ലിപ്പാവും. പക്ഷേ സ്നോ ആണെങ്കിൽ ഞങ്ങൾ ഡിഗായിട്ട് പോവും നമ്മളെ കാല് ഉള്ളിലോട്ട്. ഐസായ ഭയങ്കര സീസണാണ്. ഇപ്പം തന്നെ എൻ്റെ ഷൂവിൻ്റെ അടിക്കുമ്പോൾ വെറ്റായിട്ടുണ്ടാവും. അതിന് ഡ്രൈ ആവണം. ഈ കണ്ടോ, ഈ ആൾക്കാരെല്ലാവരും കീർഗംഗ ട്രക്കിന് വേണ്ടിയിട്ട് മല കയറാൻ തുടങ്ങിയ ആൾക്കാരാണ്. എന്താ അയ്യോ, ആ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ബസ്സിൽ എൻ്റെ അടുത്തുള്ള ഒരു ചെക്കനാ. അടിപൊളി അടിപൊളി. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് പിരിഞ്ഞതായിരുന്നു. ഇപ്പോൾ വീണ്ടും കാണാൻ പോവാ ഗൈസ്. എൻ്റെ അമ്മ, ഏതാ കോയിൻസിഡൻസ്. ട്രക്ക് കയറിയോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. എനിക്ക് അത് ഇറങ്ങാൻ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ എന്തായാലും പോയിട്ട് കാണട്ടെ. സ്ലിപ്പാവുന്നുണ്ട്, ഇതൊക്കെ നല്ല സ്ലിപ്പാവുന്നുണ്ട്. ആൾക്കാരെല്ലാം കയറാണ്. അവർ പോയിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. ശരിക്കും സെറ്റാണ്. അങ്ങനെ അവർ പോയിട്ടോ. അതിൽ കുറച്ച് ലേഡി ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൽപ്പാക്കി. അവർ വിചാരം ഞാൻ ഇവിടെ ഉള്ള ലോക്കലായിട്ടാണ് വിചാരം. ഇതെല്ലാം കുറച്ച് ഹെൽപ്പാക്കി. നൈസാണിത്.
ഈ ട്രയൽസ് കുറച്ച് സീനാണ്, കുറച്ചല്ല അത്യാവശ്യം നല്ല സീനാണ്. ഞാൻ ഇറങ്ങിയിട്ട് വേണ്ട വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഫോൺ പോവും. ഇത് സീൻ റൂട്ടാണ്, പക്ഷെ നമുക്ക് ഇത് കൂടെ ഇങ്ങനെ പോയാലും കയറാം. ഇതിലൂടെയൊക്കെ പോകുമ്പോഴുള്ള സീനെന്ന് വെച്ചാൽ നമ്മളെ ഷൂവിൻ്റെ അടി ഇങ്ങനെ ആവും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോവുക, നേരെ പോയിട്ട് ഇങ്ങനത്തെ ഓരോ കല്ലുകളുണ്ടാവും. ഈ കല്ലിൻ്റെ ഇവിടെ ഇങ്ങനെ അടിച്ചാൽ മതി, അപ്പോൾ ഇങ്ങനെ പോവും. അതിൻ്റെ കട്ടകളിങ്ങനെ പോവും, അതിങ്ങനെ കൊട്ടി കൊടുത്താൽ മതി. അതാണ് ഇവിടുത്തെ വ്യൂ, നൈസ് വ്യൂ ആണ്. ഇതൊക്കെ ഇവിടുത്തെ വേസ്റ്റുകളാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. കുറേയൊക്കെ നമ്മളെ ജിപ്സിയിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നേരെ തിരികും. ഇങ്ങനെ കുത്തി നിറച്ചിട്ട് അതൊരു ആർട്ടായിട്ട് മാറ്റും, റീയൂസ് ചെയ്യും. അതാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്താൽ നൈസാവും, പക്ഷെ എന്നാലും സ്റ്റിൽ വേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഓരെല്ലാം ഇവിടെ ഡംപ് ചെയ്തതാണ്. ഡംപ് ചെയ്ത് ഇനി ആരും ഒന്നും കളക്ട് ആക്കാതെ നിൽക്കില്ല, അത് ഉറപ്പാണ്. കുറേയൊക്കെ നമ്മൾ ട്രാവലേഴ്സ് തന്നെ വേസ്റ്റ് ക്യാരി ചെയ്യാൻ നിർത്തിയാൽ മതി. സ്റ്റിൽ ഇവിടെയും സ്വീറ്റ്സൊക്കെ ആയാലും നല്ലപോലെ ഉണ്ട് ഷോപ്പിൽ. കാരണം ഇപ്പം ഞാനായാലും ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ മാഗി എടുക്കുന്നതിൻ്റെ ആയിട്ട് ഞാൻ ചെയ്യുക 20 രൂപേൻ്റെ സ്നിക്കേഴ്സ് വാങ്ങും. അത് കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ചാൽ സെറ്റാണ്. അത് ക്ഷീണിച്ചിന് കേട്ടോ, എന്താ അറിയില്ല, ക്ഷീണിക്കുന്നുണ്ട് ഇപ്പോൾ. ഇതെല്ലാവരും അങ്ങോട്ട് കയറാണ്. ഞാൻ പിന്നെ എൻ്റെ ഇവിടെ എത്തി. ഇവരാണ് ഞാൻ ബസ്സിൽ നിന്ന് മീറ്റ് ചെയ്തതാണ്. അടിപൊളി വൈബാണ്, എല്ലാവരും ഡൽഹിയാണ്. അവർ കീർഗംഗ പോവാണ്. ഓൾ ദി ബെസ്റ്റ് ബ്രോ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് ബ്രോ. നമ്മളപ്പോൾ എത്തി കേട്ടോ. നമ്മളപ്പോൾ നേപ്പാളി മാർക്കറ്റിലോട്ട് എത്തി. ഇതാണ് നേപ്പാളി മാർക്കറ്റ്. ഇന്ന് വീക്കെൻഡ്സ് അല്ലാത്തതുകൊണ്ട് വല്ല തിരക്കൊന്നുമില്ല. പിന്നെ ഈവനിങ്സ് അവിടെ തിരക്കുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റായത് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ ബസ്സിൻ്റെ സീറ്റിലിരുന്ന ആളായിരുന്നു ഡൽഹി ടു ബസ്സുള്ള ജേണിയിൽ. മൂപ്പര് അവിടെ ആരോ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ ഗിറ്റാറിൽ, നല്ല റീൽസ് എടുക്കാനാണ് വേണ്ടിയിട്ടാണ്. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആ മൂപ്പര് എന്നോട് പറഞ്ഞു കീർഗംഗ ട്രക്കിൽ മൂപ്പരെ കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ്ങിലുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ നമുക്ക് കോൺടാക്റ്റ് ആക്കാമെന്ന് പറഞ്ഞു. മൂപ്പര് ഇവിടെ തന്നെ 1 വീക്ക് ഉണ്ടാവുമെന്ന് പറയുന്നത്. മൂപ്പര് സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ 4th ഇയർ എങ്ങാനും, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇവിടെ നമ്മളെ ഡോഗി ഉണ്ട് കേട്ടോ. നേപ്പാളി മാർക്കറ്റിൻ്റെ ഗാർഡാ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മൾ വരാൻ നിന്നത്, പക്ഷേ ഇത് അടച്ചിന്. അപ്പോൾ നമ്മൾ ഇത്രയും ട്രക്ക് ചെയ്തതൊക്കെ വേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞത്. പക്ഷേ ഒരു നല്ലൊരു ചിൽ വൈബ് കിട്ടി. രാവിലെ തന്നെ നല്ല സൺറൈസ് കണ്ടിട്ട് നേരെ ഡയറക്റ്റ് ഇങ്ങനെ ട്രക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി. നല്ലൊരു ചില്ല് മൂടായി. ശരിക്കും വന്നത് ഒരു ക്യാപ്പ് വാങ്ങാനാണ്. ഇനിയിപ്പോൾ ഒരു വഴിയുമില്ല അത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേണ്ട, ക്യാപ്പ് വേണ്ട. ഇവിടെ ഇരിക്കട്ടെ ഒരു ഗൈഡ്, ഒരു സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ. ഹലോ 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 കഴിഞ്ഞു അമ്മേ. ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളും നല്ല റേറ്റാണ്, നോക്കിയിട്ട് കാലം. കാരണം ഇവർക്കും സാധനങ്ങൾ എത്തിക്കാനുള്ള പാടല്ലേ, അതുകൊണ്ട് ഒരു കളിയാക്കുന്നുണ്ട് തന്നെ. ഞാൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് ഒരു കളിയാക്കുന്നുണ്ട്. പക്ഷെ പോട്ടെ, കുഴപ്പമില്ല. ഓലി ഇൻക്ലൂഡ് ചെയ്യാൻ അടുത്ത വ്ളോഗിൽ. ഇതാണ് നമ്മളെ ബ്രോ. ഹലോ. ആള് കുറച്ച് സങ്കടത്തിലാണ്, എന്താണെന്ന് മനസ്സിലാവണില്ല. ഇന്നെ വല്ല ഇഷ്ടമായിട്ടില്ല, ഇന്നെ നോക്കുന്ന പോലും ഇല്ലല്ലോ. എന്തത് നോക്കുന്ന പോലും ഇല്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തിരിച്ച് പോകണം. അവിടെ കുറച്ച് പണിയുണ്ട്, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നെ ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. വ്ളോഗ് ഗൈസ്. കൽഗ വില്ലേജിൻ്റെ റൂട്ടിൽ നമ്മളെ പറഞ്ഞ പോലെ നേരത്തെ ആ ചെക്കന്മാരെ കണ്ടില്ല, അവർ നമ്മളോട് വ്ളോഗ് എടുക്കാൻ പറഞ്ഞതാണ്. അവരും ടൂറിസ്റ്റാണ്. ഇതാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു ഇത്. ഇവിടെ എന്ത് പാർട്ടി ഇവൻറ്റ്സ് ഉണ്ടെങ്കിലും കസോളെല്ലാം ഇവിടെ പബ്ലിഷ് ചെയ്യും. ഇവിടെ ബൂട്ട്സ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. കീർഗംഗ ട്രക്കല്ലേ, അതുകൊണ്ട് ബൂട്ട്സ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഒരു ബൂട്ടിന് പെർ ഡേ 100 രൂപ. നല്ല വൃത്തിയാണത്. കാരണം
നല്ല അടിപൊളി ബൂട്ട്സാണ്. ഞാൻ ചോദിച്ചാൽ ഒന്നും എനിക്ക് തരുമോ ചോദിച്ചു, വെറുതെ ബ്ലോഗ് എടുത്ത് തന്നാൽ ഒന്ന് വെറുതെ ഫ്രീ ആയി തരുമോ ചോദിച്ചു. അപ്പോൾ ചിരിക്കുന്നുണ്ട്. നല്ല കോസ്റ്റ്ലി ബൂട്ട്സാണ്. ഇവിടെ ചാച്ച ഭക്ഷണം കഴിക്കുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മളെ ആളുണ്ട് കേട്ടോ, ഇവിടുത്തെ ആളാ. അതിൻ്റെ ഇവിടെ ബ്രോ ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ റെസ്റ്റോറൻറ്റ് കം ടാറ്റു സെൻറ്റർ കാണും. ഇവിടെ മൂപ്പര ആർട്ടിസ്റ്റാണ്, ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ടാറ്റു അടിക്കുന്നുണ്ട്. ഇവരൊക്കെ ടൂറിസ്റ്റാണ്. പിന്നെ മെനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെനു ഇതാ പിന്നെ വെക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും, നോക്കണ്ട. പക്ഷേ അടിപൊളിയാണ്. ചിക്കൻ കറിക്ക് 380, ഫുള്ളായിരുന്നു 500 600. കുഴപ്പമില്ല, എന്നാലും കഴിക്കാം. ഒന്നാമത്തെ ദിവസം ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നല്ല മല കയറി വരും. ഒന്ന് ലോറി പോലും എടുക്കണമെന്ന് വരാൻ പറ്റില്ല. അപ്പോൾ നല്ല ടാസ്ക് അവിടെ എത്തിക്കാൻ. അതുകൊണ്ടാണ് സെറ്റാണ് സംഭവം. മാക്സിമം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ 2-3 ദിവസം ഇവിടെ സ്റ്റേ അടിക്കുന്ന ഒരാളാണ്. എന്തായാലും ഒരു വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. നേരെ താഴത്ത് ഇറങ്ങാം. ഒന്നുമില്ല, ബ്രെഡ് ഓംലെറ്റും നല്ലൊരു ചായയും നല്ലൊരു മാഗിയൊക്കെ കഴിച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തീർക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നല്ല ചിക്കൻ, ഇവരെ ടൈപ്പ് ചിക്കൻസ് ഉണ്ടാവും. ഇവർ കുക്ക് ചെയ്യുന്ന സ്റ്റൈലേ വേറെ കയറി. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. സെറ്റാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി നേരെ കയറി വന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം നിറയ്ക്കാനൊക്കെ ഉണ്ട്. വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ 10 ബോട്ടിലെങ്കിലും വെള്ളം ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം ഞങ്ങളത് ഫ്രഷ് വാട്ടർ എടുത്തു, എന്നിട്ട് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കിച്ചണെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എന്താ അറിയില്ല, പെട്ടെന്ന് ക്ഷീണിക്കുന്നുണ്ട്. അടുത്ത റൂം കാണിച്ചിടാം. അടുത്ത റൂം നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തട്ടിമുട്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിന്. ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ മടക്കി. ഇതിൽ ബ്ലാങ്കറ്റ് മടക്കാൻ കുറച്ച് പാടാ. അപ്പുറത്തെ റൂമിൽ നിന്ന് എടുത്തോണ്ടൊന്ന് മടക്കി കുറച്ച് പാടാ. എന്നാലും വലിയ ചെയ്യണമെന്നില്ല, രസമാണ്. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. അത് എല്ലാവരും ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മടുക്കും, എന്ത് ചെയ്താലും എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നല്ല മടുക്കുമ്പോൾ വേറെ ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ തന്നെയല്ലേ, ഇതൊക്കെ ഹ്യൂമൻ നേച്ചറാണ്. നമ്മളതിൽ ഇതാക്കിയിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി അടുത്തവരുടെ ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ഏകദേശം വർക്ക് കഴിഞ്ഞ് ഫുഡിന് വെയിറ്റ് ചെയ്യുക, കഴിഞ്ഞിട്ട് കിടക്കണം. അപ്പോൾ ബൈ ഗൈസ്.